ആച്ചു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ചിപ്സാണ്. അത് വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. ഞാനിതുപോലെ 3 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് തൊലി ചെത്തിയെടുത്തതാണ്. നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ വശം വെച്ച് അരിഞ്ഞാൽ മതിയാവും. നമുക്ക് ഉരുളൻകിഴങ്ങ് ഇങ്ങനെ നീട്ടത്തിൽ വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കണം. കണ്ട ഇങ്ങനെ നൈസായിട്ട് ഇത് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് നമുക്കിനി ഇത് വീണ്ടും എന്നാലാണ് നമുക്കങ്ങനെ കറുമുറയായിട്ട് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഇതെല്ലാം കൂടി വെച്ചിട്ട് നീട്ടത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കണ്ട ഞാനിപ്പോൾ ഇത് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സ്ലൈസായിട്ട് അരിഞ്ഞാലാണ് നമുക്കിങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ നീട്ടത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലവണ്ണം നൈസായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് നല്ലവണ്ണം കഴുകിയെടുക്കാം. അപ്പം ഞാനിത് നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് നല്ലവണ്ണം കഴുകണം. കഴുകിയിട്ട് അതിൻ്റെ വെള്ളം തെളിയണ വരെ കഴുകി ഊറ്റിയെടുക്കണം. ഞാൻ ഊറ്റിയെടുത്തതാണ്. നമുക്കിനി ഇത് ഒരു നല്ല തുണിയെടുത്തിട്ട് ആ ഉണങ്ങിയ തുണിയിലേക്ക് വാരിയിടണം. ഞാനപ്പോൾ ഇത് തുണിയിലേക്ക് വാരിയിട്ടുണ്ട്. നമുക്കിനിത് നല്ലോണം വെള്ളം പോയിട്ട് വേണം വറുത്തെടുക്കണമെങ്കിൽ. അപ്പോൾ ഇത് വെള്ളം നല്ലോണം ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യണം. ഉണങ്ങി വരണ വരെ വെയിറ്റ് ചെയ്യണം. ഞാൻ ഉരുളൻകിഴങ്ങിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ 2 ട്രിപ്പായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ്, അതിന് പാകത്തിനുള്ള ഉപ്പ്, നമുക്കറിയാമല്ലോ എന്തോരം ഉപ്പ് ഇടണമെന്ന്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കളർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, ഒരു സ്വല്പം എരിവ് വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ മുളക് പൊടി ഇടാം കുറച്ച്. പിന്നെ ഞാനത് 1 ടീസ്പൂണ് കോൺഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഞാൻ അളവ് പറയാത്തത് നമുക്ക് ഇന്ന് എല്ലാത്തിനും ആവാൻ പാകത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ടീസ്പൂൺ ഇട്ടിട്ട് ആയില്ലെങ്കിൽ വീണ്ടും ഇടേണ്ട വരും. അത് നോക്കിയിട്ട് ഇടാം. ഞാൻ 2 ട്രിപ്പായിട്ടാണ് കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇപ്പം ഞാനിത് 2 ടീസ്പൂൺ ഇട്ടപ്പോഴത്തേക്കും ആയി. നമുക്കിനി ഇത് വറുത്തെടുക്കാം. നമുക്കിത് കോരിയെടുത്തിട്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി എടുത്തിടാം. നമ്മുടെ ഉരുളൻകിഴങ്ങ് കറുമുറ ഇവിടെ റെഡിയായി. വേണ്ട നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാനിത് നമ്മൾ ഉപ്പായി കഴിയുമ്പോൾ വെള്ളമാവും, അതുകൊണ്ട് കട്ട പിടിക്കും. പക്ഷെ ഇത് നല്ലോണം മുരിഞ്ഞത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കടിച്ച് നോക്കി കഴിയുമ്പോൾ അറിയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.